കൊല്ലത്ത് സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലി അഭിഭാഷകരും RTO ഓഫീസിലെത്തിയ യുവതി അടക്കമുള്ളവരുമായി കയ്യാങ്കളി. കാറിന് കുറുകെയിട്ട് വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത്. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇരുവിഭാഗത്തിനുമെതിരെ കൊല്ലം വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. RTO ഓഫീസിലെത്തിയതായിരുന്നു കടക്കൽ സ്വദേശിനി ഷമീനയും ഡ്രൈവർ സിദ്ദിഖും. വാഹനത്തിന്റെ ഫീസ് അടയ്ക്കാനായി ഷമീന RTO ഓഫീസിലേക്ക് പോയി. കാറിൽ ഡ്രൈവർ സിദ്ദിഖ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ കാറിന് മുൻപിൽ അഭിഭാഷകൻ സ്വന്തം കാർ നിർത്തിയ ശേഷം കോടതിയിലേക്കും പോയി. RTO ഓഫീസിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഷമീന തിരികെ എത്തിയപ്പോൾ തന്റെ കാറിന് കുറുകെ മറ്റൊരു കാർ കിടക്കുന്നത് കണ്ടു. അല്പസമയത്തിന് ശേഷം അഭിഭാഷകനെത്തി കാർ മാറ്റുന്നതിനിടെ വാക്കുതർക്കമുണ്ടായി. ഷമീനയും സിദ്ദിഖും ചേർന്ന് അഭിഭാഷകനെ കയ്യേറ്റം ചെയ്തു. അഭിഭാഷകൻ കൃഷ്ണകുമാറും തിരിച്ചു പ്രതികരിച്ചു. തൊട്ടുപിന്നാലെ കോടതി മുറ്റത്ത് അഭിഭാഷകർ സംഘടിച്ചു. പിന്നാലെ കയ്യേറ്റവും കയ്യാങ്കളിയും. വാഹനം മാറ്റിയിടാനെത്തിയ തന്നെ ഷമീനയും സിദ്ദിഖും ചേർന്ന് മർദ്ദിച്ചെന്നാണ് അഭിഭാഷകൻ കൃഷ്ണകുമാറിന്റെ പരാതി. താൻ ഇവിടുത്തെ വക്കീലല്ലെന്താ ഇങ്ങനെയാണോ? ഞങ്ങൾ എത്ര മണിക്കൂറാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞില്ലേ കോടതിക്കകത്താണ്. ഓക്കെ, ഞാനത് നിങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടി മാറ്റാൻ വേണ്ടി ഓടി വരുന്നത്. അപ്പോൾ ഇവർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഞാൻ പറഞ്ഞു മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് ശരിയായ നടപടിയല്ലല്ലോ. ഞാൻ തിരിഞ്ഞത് ആ ലേഡി പെട്ടെന്ന് ഞാൻ യൂണിഫോമിൽ നിൽക്കുക. ഞാൻ ഓൺ ദ ബാൻഡ്, എനിക്ക് വീണ്ടും അടുത്ത കോടതിക്കേണ്ട കാര്യമുണ്ട്. ബാൻഡ് നിൽക്കണം. അവരെന്നെ ഉടുപ്പി കയറി പിടിച്ച് എൻ്റെ ബട്ടൺസ് മൊത്തം പൊട്ടി എന്നെ പിടിച്ച് വലിച്ചു. ഞാനും തിരിച്ചു മറ്റേ പയ്യനെ പിടിച്ചപ്പോഴാണ് ആ പയ്യൻ എൻ്റെ കൈമുറുക്കി എൻ്റെ മുഖത്ത് ഇവിടെ ഇടിക്കുന്നത്. അതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഇടിച്ചു അവൻ്റെ കയ്യിൽ എന്തോ ഒരു ആയുധം വെച്ചിട്ടുണ്ട്. വയലിനകത്ത് കുത്തിൻ്റെ വയലിനകത്ത് പാടുണ്ട് സംഗതി. അപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ള അറിയില്ല. കട്ടികളൊന്നും സംഗതി വെച്ചിട്ടാണ് പയ്യനെ കിട്ടിയത്. എനിക്ക് തോന്നുന്നു എൻ്റെ കാറിൻ്റെ ഈ വണ്ടി ബ്ലോക്കായി കടന്നതിൻ്റെ ദേഷ്യത്തിൻ്റെ കാറിൻ്റെ കാറ്റൊക്കെ അയച്ചു. ഞാനിപ്പോഴാണ് അറിയുന്നത്. കാറിൻ്റെ കാറ്റൊക്കെ അയച്ചിട്ടാണ് അവർ അവിടെ നിന്നത്. അതേസമയം അഭിഭാഷകർ കൂട്ടം ചേർന്ന് തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഷമീന പറയുന്നു. എന്നെ മോശമായിട്ട് പെരുമാറി, എന്നെ മോശമായിട്ട് തെറി വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന പ്രതികരണമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഞാനായിട്ട് മോശമായിട്ട് ആരെടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അത് കഴിഞ്ഞ ശേഷം പുള്ളി ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഇപ്പം അഡ്മിറ്റായി കിടക്കുന്ന പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് ഈ ഇപ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വണ്ടിയൊക്കെ ഓടി വന്ന് പുള്ളിയെ തള്ളി പിടിച്ചൊരൊറ്റ അടി. അപ്പോൾ പുള്ളി അവിടെ കിടന്ന് കുറേ ബൈക്കുകളുടെ മണ്ടയിൽ ചെന്നു ഫോണും താക്കോലും ഒക്കെ പുള്ളിയുടെ തെറിച്ചു പോയി. ഇവർ തമ്മിൽ ഭയങ്കര അടിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ആ സമയത്ത് ഇദ്ദേഹത്തിനെ കാണാൻ തന്നെ അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരാൾ എന്തെങ്കിലും അടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പം ഈ വക്കീലെല്ലാം വരണം പറഞ്ഞു ഇവനെ അടിച്ച് കൊല്ലണോടാ, ഇവൻ ഇവിടെ വന്ന് നമ്മുടെ വക്കീലമാരെ തട്ടകത്തി വന്ന് കളിക്കുന്നോ, പരുത്തമാർക്ക് ഇവിടെ എന്താ കാര്യമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ദീഖിനെ അവർ തലങ്ങും വിലങ്ങും അടിച്ചു. ഇരുവിഭാഗവും കൊല്ലം ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. വെസ്റ്റ് പോലീസ് പരാതിക്കാരുടെ മൊഴിയെടുത്തു. വിശദാന്വേഷണം നടത്തുകയാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.